ഞാൻ ഇയാള് പറഞ്ഞല്ലേ ശരിക്കുള്ള നമുക്കിത് ബിസിനസ് സംസാരിക്കുന്നതൊക്കെ പിള്ളേര് നന്നാവണം, നമ്മൾ നന്നാവണം. ഫുൾ ആക്സസ്. നമ്മളപ്പോ ലിറ്ററലി ഓണേഴ്സ് ആണോ? അതെ, അതുപോലെയാണ്. ഇതിനകത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റൂ? ആ പേരൂടെ മാറ്റി ജോയൻജോ എന്നൊക്കെ. പമ്പിൽ എന്തോ ഒരു പ്രശ്നമുണ്ടേ. ഏത് പമ്പ? മുതുക്ക് സാബുര് ഒന്നും കൂടെ നിൽക്കണേ. ചുണിപ്പാപ്പ ഇങ്ങോട്ടൊന്നും വരും. ഞാനൊരു കാര്യം പറയട്ടെ. ഇയാളുടെ ഇന്ന് ആ പമ്പ് നൈസായിട്ട് ഇങ്ങ് വാങ്ങിച്ചെടുത്താലും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇയാൾക്ക് ഇന്നാണ് എഴുതി കിട്ടിയത്. ശരിക്കും പറഞ്ഞ ഇന്നാണ് എഴുതി കിട്ടിയത്. മറ്റേ അപ്പാപ്പൻ എന്ന് പറഞ്ഞ പക്ഷേ വേറൊരു പുള്ളിയെ ഇന്നാണ് എഴുതി കൊടുത്തത്. ഇയാളെന്തോ ഇന്ന് പോയ പമ്പിന് പെട്രോളിന് ഒരു മൂത്രം ഒഴിച്ച് ഇറക്കിയോ? എനിക്കറിയത്തില്ല. ഇത് ഇത്ര നാളെ പമ്പ് ഇയാൾ പമ്പിൽ പോയി നോക്കട്ടെ. എന്തുവാ നോക്കുന്നത് നമുക്കും കൂടെ അറിയണമല്ലോ. വാ, നമുക്കും കൂടെ പോയാലും നമുക്കും കൂടെ പോവാം. പിന്നെ നാടിന് നഷ്ടമെന്നാ പറയുന്നത് ഇപ്പൊ പമ്പ്. എന്തുവാ ഇതെല്ലാം സെറ്റാവും. അതെ, എല്ലാം മാറി വരും. ഈ പെട്രോളില്ല താൻ തുടങ്ങാനത്ത് മൂത്രം ഒഴിച്ചു നോക്കൂ. പെട്രോളൊക്കെ ഫുള്ളായില്. എന്നിട്ട് അടിക്കുന്നുണ്ടല്ലോ ആൾക്കാർ. ആ ഉണ്ട്, 300 CR ആണ് ഒറ്റ ദിവസം. 2 ദിവസം കൊണ്ട് അവിടെ കർഷബദ്ധ അറിയോ? 300 CR 300. എത്രയാണ് സാബുര് വാങ്ങിച്ചത്? പമ്പ് 10,000. 300 ഇതിന്റെ 6 മാസം കഴിയുമ്പോ കാലാവധി കഴിയത്തില്ലേ സൗകര്യം? എനിക്ക് അതിന് ഓപ്ഷന്റെ കാലാവധി അല്ല, എനിക്ക് പമ്പ് കിട്ടിയ മുതലുള്ള കാലാവധി 6 മാസം. അതെന്ത്? അപ്പൊ അത്ര നാളത്തെ കാലാവധിയോ? അതെന്താ എനിക്ക് പമ്പ് കിട്ടിയില്ലല്ലോ. എന്തുകൊണ്ട് കിട്ടി? ആഹാ, സൗകര്യം പറഞ്ഞു നന്നായി. അതൊന്ന് ചോദിക്കണമല്ലോ. ഓണേഴ്സ് ഡാഷ്ബോർഡ് ഓപ്പണായി. ഓപ്പണേ. എത്ര ലിറ്റർ പെട്രോൾ ഉണ്ട് അതിന്റെ അകത്ത്? ഇതിന്റെ അകത്ത് അതെടുക്കാൻ അറിയാവോ? ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ റെഗുലർ 1%. ഇവിടെ താൻ എന്തുവാടോ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് കാണിക്കുന്ന നാമം? അല്ല, ഞാൻ ഇതിലെന്താ ആൾക്കാർ ആഡ് ചെയ്യാൻ പറ്റാത്ത നോക്ക്. പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മെനു എടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ പേര് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. ബർത്ത്ഡേ ആണോ? അല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പൊ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മൊത്തത്തിലെടുത്ത് എന്തോ ഒരു ഇതിന്റെ പ്രശ്നം കൊണ്ട് ഇല്ലല്ലോ. അത് കഴിച്ചോ? എടുത്ത് അത്രയ്ക്ക് കൊള്ളാമോ? ഹോൾഡിലിടല്ലേ? ഹോൾഡ് എന്താന്ന് മനസ്സിലായോ? 4 മണിക്ക് 1.5K അതായത് ഈ പ്രശ്നമല്ലോ പറയാ, ഈ സിറ്റിയിലെ മറ്റേ ചീറ്റുന്നൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ടെമ്പററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഓണേഴ്സ് ഡാഷ്ബോർഡ് അതില് ഈ ആൾക്കാരെ ഹയർ ചെയ്യുന്ന സംഭവം ഒഴിവായി കാണും. ശരി, ഇവിടെ നടക്കും തോന്നുന്നു. ഇയാൾ ഈ നാമം ജപിച്ചപ്പ കഴിയും. ഇതെന്തു എത്ര പേരെന്തോ അതിന്റെ അകത്ത് ഞെക്കുന്നുണ്ട്. ഇമോട്ടിന്റെ പേരെന്തുവാടോ? ഞാൻ നിങ്ങളെല്ലാരും ആഡ് ചെയ്തെടുക്കട്ടോ. എന്തോ നമുക്ക് ഇനി ഗുണം ടെസ്റ്റ് ചെയ്യാം. ഫുൾ ആക്സസ്. നമ്മളപ്പോ ലിറ്ററലി ഓണേഴ്സ് ആണോ? അതെ, അതുപോലെയാണ്. ഇതിന്റെ പേരൊക്കെ ഞാൻ ഇന്നലെ ഇട്ടതാ. ഇന്ന് പിന്നെയും പോയി. ഇവന്മാര് ഈ പമ്പ് എന്നിട്ട് പിന്നെ ആഡ് ചെയ്യും. ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് അവിടെ ഓണേഴ്സ് ഡാഷ്ബോർഡ് പോവാ. എന്തൊക്കെയാണോ എന്റെ സിറ്റിയിലുള്ളത് എല്ലാം ഉണ്ട്. എനിക്ക് പമ്പുണ്ട്, വീടുണ്ട്. ഇതിനകത്ത് നമുക്ക് പൈസ എടുക്കാൻ പറ്റൂ? വിഡ്രോ ചെയ്യാൻ പറ്റും. സാബ്ഗുരുവിന്റെ ആ ഒരു അല്ല, ഇതാരാണ് MRC ഷെർലോക്ക് ഹോംസ് ആരാ? അത് ഞാനിപ്പോ ആഡ് ചെയ്തതാ. അത് നമ്മള് കൂട്ടുകാര് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞിട്ട്. അല്ല, അതിനോടല്ല. എന്താന്ന് പറഞ്ഞാലേ നാളെ എന്നിട്ട് ഇവിടെ പണിക്കാരെങ്കിലും ഹയർ ചെയ്യണമെങ്കിൽ ഓനെ വിളിച്ചെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരു സംഭവത്തിന് ചെയ്തിട്ട് ആക്സസ് കൊടുത്താലല്ല എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പാപ്പന്റെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പാപ്പനെ കൊടുത്ത് ഹയർ ചെയ്യും. ഞങ്ങൾക്ക് തരുന്ന ഇയാളെന്താ 3:55 നമ്മളെ റിക്രൂട്ട് ചെയ്തത്. പക്ഷെ 3:52 ഷെർലോക്ക് ഹോംസിനെ എടുത്തത്. നമ്മൾ ചോദിച്ചപ്പോൾ മറ്റേ ഒഴിവാക്കി. അത് ഞാൻ ഈ സാധനം ആളെ ആഡ് ചെയ്തിട്ട് ഇതിൽ കണ്ടിക്കില്ല. അതാ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ആക്സസ് ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ ആരെ ആഡ് ചെയ്യാൻ പറ്റൂല. അത് ഒരു ഓഫ് ചെയ്യും. ഒരു മിനിറ്റ് സബ്ഗുരു ഇപ്പൊ വരാവേ. ജോക്കി ഒന്ന് വന്ന് ചോദിക്കും. ഇയാളെന്തോ മാഞ്ഞു പോയോ? ഇയാളവിടെ പോയി. ഇയാള് എന്റെ കയ്യിൽ നിന്ന് ആ പമ്പ് എടുത്തിട്ട് ഇപ്പൊ എന്നെ അവിടത്തെ പണിക്കാരനാക്കി വെച്ചേക്കുന്നു ജോക്കി. നമ്മളിപ്പോ ഒരുമാതിരി പണിക്കാരെ പോലെ ആഡ് ചെയ്തേക്കുന്ന അവിടെ. അപ്പൊ നമ്മള് മുതലാളി അല്ലയോ ഇപ്പം? മുതലാളി എന്നുള്ള പേരേ ഉള്ളൂ. പൈസ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഇയാള് പറഞ്ഞു കേട്ടോ, നമ്മളാളെ നിർത്തി പണിയെടുപ്പിക്കണോന്ന് ഇവിടെ. നമ്മൾ ആഡ് ചെയ്തോളെ ആൾക്കാര്. അതായത് നമ്മൾ ഇവിടെ പെട്രോൾ ഇല്ലെങ്കിൽ
പട്രോൾ ഇല്ലെങ്കിൽ നമ്മളെ നാട്ടുകാർ വന്ന് തെറി പറയും കേട്ടോ ജോക്കി. മൂത്രം ഒഴിച്ച് നോക്കൂ. ഇത് കുറെ നേരം ചുട്ടിക്ക് തമാശ അടിക്കട്ടെ, ഞാൻ അവനെയും കുറെ നേരമായിട്ട് തമാശ തന്നെ പറഞ്ഞേട്ടോ. മൂത്രം ഒഴിച്ച് നോക്കുന്നു. പുള്ളി അങ്ങ് അടിക്കട്ടെ, ഞാനങ്ങ് ദൂരിക്കാരനാക്കി വെച്ചേക്കുന്നു. പെട്രോൾ കുടിപ്പിച്ചാലോ? പോത്തിട്ട് വായെങ്കിലും സബുരു. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സബുരു, ഈ പമ്പ് മേടിച്ചപ്പോ സബുരിന്റെ പ്ലാൻ എന്തായിരുന്നു? ഇത് എങ്ങനെ നടത്തുന്നായിരുന്നു? ഈ പമ്പ് മേടിച്ചപ്പം ഇവിടെ DRS എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ടല്ലോ, അവരെവിടെ? അവരിപ്പോ ആരും ഇല്ല, കറന്റ്ലി ഇപ്പൊ ആരും സിറ്റിയിൽ ഇല്ല. അല്ല, ഈ DRSനെ ഏൽപ്പിക്കാനായിരുന്നു ഒരിത് ഏറ്റെടുത്തതാ ഓൾറെഡി. പക്ഷെ അവരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷന് ഈ പമ്പ് എനിക്ക് കിട്ടിയ സമയത്ത് സിറ്റിയിൽ ഇല്ല. അതവരെ ഓഫ് ചെയ്തിട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഓഫ് ആക്കിയിട്ട് ഇവന്മാരെ ആഡ് ചെയ്യാൻ പറ്റാതെ ഇവന്മാർക്ക് പണി കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാന് ഈ ആഡ് ചെയ്യാനുള്ളൊരു സംഭവത്തിനാണ് ഇപ്പൊ ഞാൻ സിറ്റി കേറിയത്. ഇവിടെ കേറിയപ്പോ അവന്മാർ ഇവിടെ ഇല്ല. ചുരുക്കി പറഞ്ഞാൽ നോക്കി നടത്താൻ ആരുമില്ല അല്ലേ? അതുകൊണ്ട് നമ്മൾ രണ്ടുപേരെ ഓണേഴ്സിന്റെ ടാഗില് എംപ്ലോയീസ് ആയിട്ട് അങ്ങ് നിയമിച്ചു. എംപ്ലോയീസ് ആയിട്ട് നിർത്തി. എന്റെ പൊന്നെ സാബുരു, ഞാൻ ഒരു കാര്യം പറയണ്ടേ സാബുരു? അല്ലല്ലല്ലല്ലല്ല, അപ്പാപ്പ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇയാളവിടെ ഇരി, ഇയാളെന്തിനു എണ്ണിക്കുന്നേ? ഇയാളവിടെ സാബുരു ഇരി, സാബുവിനടുത്ത് സംസാരിക്കാം. മാറ്റാൻ പോവാ. ഇയാളെന്തോ ക്രിമി അടിക്കുന്ന കൊക്കുമല്ലോ. ഓണർഷിപ്പ് ഇടാൻ പോവാ. അതാണ് ഇട്ടുണ്ടല്ലോ അപ്പാപ്പ. നമ്മള് നാളെ നമ്മുടെ പേരില് പമ്പായി. ഇയാളെ പറഞ്ഞു വിടത്തില്ല. എന്നിട്ട് ഇയാളെ നമുക്ക് കുറച്ച് പറഞ്ഞു അത് നമ്മൾ എടുക്കുമല്ലോ അപ്പൊ. നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട് കൂടിപ്പോ ഒരു മാസം. അതന്നെ ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ പുതിയ റിക്രൂട്ട് ചെയ്ത പിള്ളേരെല്ലാം കൂടെ പമ്പം കേൾപ്പിച്ചിട്ടേ ഇതുള്ള വരുമാനം നമുക്ക് കിടന്നാലോ. ആ പേരൂടെ അങ്ങ് മാറ്റി ജോയൻ ജോ എന്നാക്കട്ടെ. പിന്നെ സത്യം കേട്ടോ, ജോയൻ ജോ വലിയൊരു ആക്ച്വലി വേണമെങ്കിൽ പ്രിന്റ് കൊണ്ടുപോകാം അല്ലേ? പുള്ളിക്ക് പെട്ടെന്ന് വിഷമാവും കേട്ടോ. ഏയ് ആവോ, പുള്ളി അതുകൊണ്ടല്ലേ പറഞ്ഞു പോയി മാറ്റുന്നേ. മാറ്റി അറിയില്ലല്ലോ. ഇനി മാറ്റുവാണോ, ഇനി നമ്മുടെ പേരെടുത്ത് കളയാൻ പോയതാണോ നടത്തുന്നത്? മാറ്റുമായിരിക്കും. എന്റെ ഒരു ഇന്റൻഷൻ തെറ്റാറില്ല പാപ്പ. നോക്കാൻ ഞാൻ ചോദിക്കാവേ. സാബുഗുരു എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ജോക്കി ഒന്നെങ്കിൽ ജോക്കി, ഫുൾ ആക്സസിലേ കാശ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 10,000 വലിച്ചായിരുന്നു അതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇയാളെ അടിച്ചു കൊന്നാലും ഞാൻ വിചാരിച്ച അയാൾ അവിടെ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചപ്പോ അറിയത്തില്ല ജോക്കി, അയാൾക്ക് അറിയത്തില്ല ചെയ്യാൻ അതിനകത്തൊന്നും. ഇയാൾ എന്തിനാ പിന്നെ ഗണപതി അമ്പലം തുറക്കാൻ കാത്തിരിക്കുന്ന കണക്ക് നിക്കുന്നേ അവിടെ. ജോക്കി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, നമ്മുടെ പിള്ളേരെ പകുതിക്ക് ഇതിനകത്ത് കയറ്റിട്ടേ ഇവിടുത്തെ ട്രക്കും സാധനങ്ങളൊക്കെ ഓടിച്ച് പിന്നൊക്കെ ചെയ്തിട്ട് ഷെയർ പൈസ വലിക്കുന്ന ഞാൻ ഒരു 10,000 വലിച്ചു. അതിന്റെ അത് ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ കട വിൽക്കുന്നുണ്ട്. അതിന്റെ മേളില് വേണ്ട സാർ 10,000 എടുത്തോളൂ, കുഴപ്പമില്ല. 10,000 എടുത്തോളൂ. അത് ടെസ്റ്റ് ചെയ്തത് ഒരു കാര്യം പറ്റും. ഞാൻ ചിന്ത ചെയ്യുന്ന വെച്ചാൽ ഒന്നുമില്ല. അല്ല എന്റെ ഒന്നും ചെയ്തിട്ടുമില്ല. അതിന്റെ നമ്മളോട് നടന്നുകൂടെ? അറിയത്തില്ല ഇനി ചിലപ്പോ ഇപ്പൊ ആഡായി കാണും കേട്ടോ. സാബുഗുരു എന്ത് ചെയ്യുന്നു? നിങ്ങള് രണ്ടാളും സംസാരിക്കല്ലേ, അപ്പൊ ഞാനങ്ങോട്ട് വരണ്ടല്ലോ. അല്ല നമ്മളിവിടെ വന്ന് ചോദിക്കുമ്പോ ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളങ്ങോട്ട് മാറിപ്പോയി. ഇവിടെ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് സാബുഗുരു നമ്മുടെ കയ്യിൽ ഒരു 10 എത്ര പിള്ളേരുണ്ടോ പാപ്പ? 10-20ഓളം ഉണ്ട്. 20ഓളം പിള്ളേരുണ്ട്. നമ്മുടെ ടീമാണേ. നമ്മൾക്ക് അവരെ ഇതിനകത്തങ്ങ് പണിക്കെടുത്താലോ. സാബുഗുരു ഇനി സിറ്റി ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ? നമ്മളങ്ങ് നടത്തിയാ മതിയോ? ഇതിന്റെ ഷെയറിന്റെ കാര്യമാണ്. ഷെയറിന്റെ കാര്യം എന്ന് പറഞ്ഞ സമയത്ത് സാബുഗുരു ഒരു കാര്യം ആലോചിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാബുഗുരുവിന് ഇത്രയും നാളത്തെ ജീവിതത്തിൽ സാബുഗുരുവിന്റെ ലൈഫിൽ ഏറ്റവും മാറ്റം കൊണ്ടുവരാൻ അനിവാര്യമായ 2 വ്യക്തികളാണ് സാബുഗുരുവിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. നോക്കിയോ സാബുഗുരു, ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പവർഫുൾ ഇൻഫ്ലുവൻഷ്യൽ ആയ 2 ആൾക്കാർ സിറ്റി തന്നെ ഉണ്ടോന്ന് ആൾക്കാർക്ക് സംശയമാണ്, നമുക്കും സംശയമാണ്.
അപ്പോൾ സാബ് ഗുരുവിൻ്റെ ഈ ഒരു പെട്രോൾ പമ്പ് ഏറ്റെടുത്ത് നടത്താന്ന് പറയുന്നതും 10-20 പേരെ ഇതിനകത്ത് വെക്കാന്ന് പറയുന്നത് നമ്മുടെ എഫേർട്ട് എത്രത്തോളം സാബ് ഗുരു മനസ്സിലാക്കും. അതും രണ്ട് കുടുംബത്തിന്റെ ഫുൾ സപ്പോർട്ട്. ഇവിടെ അതെ, അതെ. ഒരുത്തരെങ്കിലും അനങ്ങും. സാബ് ഗുരുവിനെ ആരും കൊല്ലുമോ? സാബ് ഗുരുവിനെ ആരും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാ ജുവാൻജോട് ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബ് ഗുരുവിന് തൊടത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്തായാലും ഈ പമ്പിന്റെ ഒരു 25% എടുത്തിട്ട് ബാക്കി തരുമെന്നല്ലേ? അല്ല, ജോഡി അവർ കൊടുക്കണത് മനസ്സോടെ വിചാരിച്ചതാണ് നേരത്തെ. ഇപ്പൊ ഞാൻ ആ 25% നിങ്ങൾക്ക് 2 കോടിയൊക്കെ തരാം. എടോ എന്നെ കണ്ടിട്ട് നമ്മളെ കണ്ടിട്ട് 25% മാത്രം ഒരു കാര്യം ചെയ്യ് ജോക്കി, 25% നമ്മളെ ഇവിടെ ആഡ് ചെയ്തില്ലായിരുന്നു, അതൊന്ന് റിമൂവ് ചെയ്തേക്കണേ. എടോ ഈ 25% എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു 25, പുള്ളിക്കൊരു 25, താൻ 50 എടുത്തോ. അങ്ങനെയല്ല ഇതിനെക്കാണ്ട് ഈ 25% 2500 കോടി 2500 കോടി 2500 കോടിയാണ് 25% പൈസ. അതാണല്ലോ ഈ പമ്പിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇത് പമ്പിന് ഇൻവെസ്റ്റ്മെന്റ് ഇത് 10,000 CR 25%. മാസം നമുക്ക് മാസം എത്ര ഇൻകം? മാസം ഈ പമ്പില് മിനിമം ജോണി മാമൻ അറിയാലോ, ഒന്നും കിട്ടത്തില്ല. ഇയാൾ ഇവിടെ മുക്കി വലിച്ചാൽ പോലും 10,000 കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തല പിടിച്ചിട്ട് ഇതിന് നടക്കും. അല്ല ഒരു മിനിറ്റ്, ജോണി പാപ്പ പുള്ളി എടുത്ത പോസിറ്റീവ് ആയിട്ട് നമ്മൾ നിൽക്കണം. ഇത്രയും 25 തരാന്ന് പറഞ്ഞ സമയത്ത് ജോണി പാപ്പ എത്ര കിട്ടുമായിരിക്കും ഒരു മാസം ഇതിന്ന്? മിനിമം 1000 CR കിട്ടൂലേ? 1000 CR കിട്ടും ഒരു മാസവും. 800 കിട്ടും. അത് ഫുൾ ടൈം ഇരുന്ന് ഓടണം. 24 മണിക്കൂർ പിള്ളേരെ നിർത്തേണ്ടി വരും ഇവിടെ, ഒരു 10 പേര്. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കര എളുപ്പത്തിൽ അങ്ങ് പറയുക സാബൂര്. ശരിക്കും പറഞ്ഞ ഒരു അവർക്ക് സാലറി ഒക്കെ കൊടുക്കണം. ഞാൻ കൊടുത്തോണ്ടിരുന്ന എമൗണ്ട് അറിയോ പണ്ടത്തെ? ഞാൻ ഇതൊന്നും എടുക്കത്തില്ലായിരുന്നു. ഒരു ട്രിപ്പിന് തന്നെ ഞാൻ 25 ലക്ഷം വെച്ചൊക്കെയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഒരു ട്രിപ്പിൽ. ഇവിടെ എടുക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കൽ എങ്ങനെയാന്ന് പറഞ്ഞാല് അതുപോലെ ബോണസ് അങ്ങനെ കുറെ ഉണ്ട്. ബോണസ് ചെയ്യല് പറഞ്ഞാല് ഇപ്പൊ എല്ലാത്തിലും ഞാൻ ചെയ്യല് എന്താന്ന് പറഞ്ഞാൽ 5 CR മിനിമം സാലറി കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയുന്ന ഫുള്ളായിട്ട് കേക്ക്. 5 CR ഞാൻ എന്ത് ചെയ്യും, മിനിമം സാലറി ഫിക്സ് ചെയ്യും. പിന്നെ അവരോട് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാല് അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിന് 10%. അത് എന്താണോ അവർക്ക് ഈ 5 CR സാലറി ആണോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബിസിനസ് ആണോ ഏതാണോ കൂടുതലുള്ളത് അതാണ് കിട്ടുക. ഇപ്പൊ 100 CR ഒരാള് ഉണ്ടാക്കിയാല് 10 CR അവർക്ക് കിട്ടുമല്ലോ. 5 CR അല്ലാതെ ഉണ്ടാവുക. ഒരു മാസം 200 CR ഉണ്ടാക്കിയാൽ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് റൺ ചെയ്യുന്ന ജോണിയാണ്. ഞാൻ എങ്ങനെ അധികം ആൾക്കാർക്ക് ഈ ബിസിനസ് കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ പിശുക്കണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. അല്ലാണ്ട് ബിസിനസ് മുന്നോട്ട് പോകില്ല. നമ്മള് ഫ്രണ്ട്ഷിപ്പിൽ നമുക്ക് ഫ്രണ്ട്സിന് എന്ത് കൊടുക്കാം, പൈസ കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ബിസിനസ്സിലേക്ക് വരുന്നേരം നമ്മൾ സീരിയസ് ആയിരിക്കണം. കാരണം ഞാൻ പറഞ്ഞോട് വരുന്നത് പറഞ്ഞാൽ 5 CR ആണ് ഞാൻ സാലറി എല്ലാവർക്കും. ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്ന ടീമുണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഒരു മാസം ജോക്കി ഒരു മാസം 5 CR എന്ന് പറയുന്നത് മിനിമാണ്. ആളിവിടെ ജോലിക്ക് വന്നാലും ഇല്ലെങ്കിൽ 5 CR കൊടുക്കും. അതായത് പ്രോഫിറ്റ് എത്ര ആണോ അവർ ഉണ്ടാക്കുന്നത്. അതിപ്പോ നമ്മൾ പമ്പ് മാത്രമല്ലല്ലോ കൊടുക്കുക, നമുക്ക് ഇവിടെ മറ്റേ ആൽക്കഹോളിന്റെ ബിസിനസ് ഉണ്ടല്ലോ. ആൽക്കഹോളിന്റെ ബിസിനസ് പറയുന്നത് ഒരു ദിവസം ഒരു 80-70 CR ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സാ. മാസം ഒരു 1,800-2,000 CR നമ്മള് സിറ്റിയിൽ ഉണ്ടായിക്കൊണ്ടുവന്ന ബിസിനസ്സാണ് ആൽക്കഹോള്. അപ്പൊ ആ ബിസിനസ് ഒക്കെ നമ്മളൊരു 2 വീക്സിനുള്ളിൽ ഓപ്പൺ ആക്കും. മുന്നേ ഉണ്ടായിരുന്നതാണ്, നമ്മള് ഒരു ബ്രേക്ക് അതിൽ നിന്ന് എടുത്തു. ഇപ്പൊ രണ്ടാമത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോ അവിടെ ഒക്കെ അവര് ലിങ്ക് ആയിരിക്കും. നമ്മൾ ഇവിടത്തേക്ക് വേണ്ടി മാത്രമല്ല ഒരാള് ഹയർ ചെയ്യുക.
നമ്മൾ മൊത്തത്തില് എല്ലാ കാര്യത്തിലാണ്, ബാങ്കിലും എല്ലാത്തിലും കൂടി. അപ്പൊ ടോട്ടൽ നമ്മൾ അസോസിയേറ്റിന്റെ 10% ഉണ്ടാവുക. 10% എന്ന് പറയുന്നത് ഒരു വലിയ പൈസ ആണ്. 10 ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മാസം 2000-3000 CR ഉണ്ടാക്കിയ അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 300-400 CR 10 കിട്ടുകയാണെങ്കിൽ വലിയ പൈസ ആയിരിക്കൂലേ. അപ്പൊ ഇതാണ് നമ്മളെ വർക്കിംഗ് ഒരു മോഡൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അല്ല എനിക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം ഞാനൊരു കാര്യം പറയട്ടെ സാബുഗുരു, നിങ്ങൾ ഈ പറയുന്നതൊന്നും അല്ല കണക്ക്. ഞാൻ ഇത്രയും നാളെ ഞാനല്ലേ നടത്തിക്കൊണ്ടിരുന്നത്, എനിക്കറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഈ പിടിച്ചു പറിച്ചിട്ട് ഈ 5 കോടി ഒന്നും അല്ല സുഹൃത്തെ, ശ്രദ്ധിക്കേ. ഇതൊന്നും പിടിച്ചു പറിച്ചിട്ട് കീശ വെച്ചോണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടുത്തെ പിള്ളേര് പാവങ്ങളാ, അവരെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം, ഈ 5 CR ഒരു മാസം കൊടുക്കുന്ന, ഞാൻ പറയുന്നത് ഇനി ഒന്ന് കേക്ക്, ഇയാള് പറയുന്നത് ഞാൻ കേട്ടില്ലേ. ഈ 2 ആഴ്ച ഞാൻ കൊടുത്തോണ്ടിരുന്നത് 40 CR ഒക്കെയാണ് ഇവിടുത്തെ ഓരോരുത്തർക്ക്, മനസ്സിലായോ? ഇതെല്ലാം കൂടെ വലിച്ചു വാരി പോക്കറ്റിൽ ഇട്ടോണ്ട് കൊണ്ടുപോയിട്ട് എന്താ ചാകുമ്പോ മറ്റേ അടക്കിയിട്ട് കത്തിക്കാരോ. അതാ പിള്ളേരോടൊക്കെ കുറച്ച് ഇത് കാണിക്കുക കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് പിള്ളേരോടൊക്കെ കാണിക്കണ്ട, എന്ത് ചോദിച്ചാലും ചെയ്തു കൊടുക്കലുണ്ട്. അല്ല ഞാൻ എന്തായാലും ഇതിന് പാർട്ട്ണർഷിപ്പ് ഇല്ല കേട്ടോ. ഞാൻ പമ്പ് പാർട്ട്ണർഷിപ്പിൽ ഞാൻ ഇല്ല. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാം. ഞാനും ഇല്ല കേട്ടോ. ഞാൻ ഇതിന് കൈ ഒഴിഞ്ഞില്ല. ഞാനത് ഡീൽ ചെയ്തോളാം. മോശമാണ് ആ ചെയ്യുന്നത്. ഇല്ല വിഷമൊന്നാക്കില്ല, അതൊക്കെ സ്വാഭാവികമാണ്. നമ്മളിപ്പം എന്ത് കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യാതെ സബ്ഗുരു അത് ചെയ്യുന്നതേ കുറച്ച് ഇതാണത്. അത്രയും കഷ്ടപ്പെട്ടിട്ട് പിടിച്ചു പറിക്കുന്ന ആ ഒരു ലെവലിലുള്ള പിള്ളേർക്കൊക്കെ മാസം ഒരു 60-70 CR കിട്ടുന്ന ലെവലില് ഞാൻ ഇതുവരെ എല്ലാം ചെയ്തു. ഞാനിപ്പോ സ്റ്റാഫുകൾ വെക്കാത്തത് അല്ലെങ്കിൽ എന്റെ കൂടെ ആൾക്കാർ നിർത്താത്തത് ഒക്കെ എന്താന്ന് പറഞ്ഞാൽ 5 CR എന്ന് പറയുന്നത് അവര്, ഞാൻ പറഞ്ഞല്ലോ അത് മിനിമാണ്. അവര് വന്നിട്ടില്ലെങ്കിൽ വന്നാലും ഞാനത് കൊടുക്കും 5 CR. പിന്നെ അവർ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിന്റെ 10% അവർക്ക് കൊടുക്കും. അത് മൊത്തത്തിലാണ്. ഈ 10,000 CR 10% 1000 കോടി ഉറുപ്പികയില്ലേ. ഇപ്പൊ കിടന്നിട്ട് 8:30-ക്കോ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? നമുക്കൊന്ന് കിട്ടണ്ടേ? നമ്മള് പിള്ളേരെ മാത്രം നോക്കിയാലേ നമുക്ക് നാളെ ഈ പമ്പ് ഇവിടെ വന്നാലല്ലേ നമുക്ക് പിള്ളേർക്ക് നമ്മള് 6 മാസം കൊടുത്താൽ മതിയോ പൈസ? നമുക്ക് ഒരു പിള്ളേർ ഇവിടെ ഉള്ളിടത്തോളം കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും കിട്ടണ്ടേ? ശരി, അപ്പൊ കുളിച്ച് ട്യൂഷൻ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മള് ലോങ് ടേം ആയിട്ട് ചിന്തിക്കണം. ഈ 10,000 CR സാബുഗുരു മുടക്കി 6 മാസം കൊണ്ട് സാബുഗുരുവിന് എത്ര കിട്ടുമെന്നാണ് സാബുഗുരു വിചാരിക്കുന്നത്? ഞാന് ഒരു കാര്യം പറയട്ടെ, ഉത്തരം മതിയായിരുന്നു. ഞാനിപ്പോ 2 ദിവസം ഞാൻ യൂട്ടിലിറ്റി എടുത്തിരുന്നു. അത് ചെയ്തെങ്ങനെ പറഞ്ഞാല് ഇമ്പോർട്ട് എക്സ്പോർട്ട് മാത്രം ചെയ്ത് നോക്കി. മാത്രം ചെയ്തിട്ട് നമ്മൾ 300 CR 2 days കൊണ്ട് ഉണ്ടാക്കിക്കൂടാ. എത്ര പേരുണ്ടായിരുന്നു ജോലിക്ക്? അത് ഞാനൊരു 33 പേരെ വെച്ചിട്ട് 33 പേരെ ഒരു ദിവസം വെച്ചിട്ടല്ലേ? എക്സാമ്പിൾ എടുത്ത് ചെയ്തു നോക്കിയതാ. അല്ല ഞാൻ അങ്ങനെ അതിൽ കാണുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഞാനൊരു എക്സ്ട്രീം പരീക്ഷണമാണ് ചെയ്തത്. പക്ഷെ ആ ഒരു ലെവലിലേക്ക് ഇനി അതിനെ കൊണ്ടുപോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പിള്ളേര് നന്നാവണം, നമ്മൾ നന്നാവണം. പിള്ളേര് മാത്രം നന്നായാ മതിയോ? പിള്ളേര് മാത്രം നന്നാവണമെന്നല്ല, പിള്ളേരെ ഇങ്ങോട്ടൊന്ന് വന്നേ പാപ്പ. ഇയാൾ ഈ രാമായണം മൊത്തം വായിച്ചിട്ട് സീത ഹനുമാന്റെ അച്ഛനാണോന്ന് ചോദിക്കുന്ന കണക്കാണ് ഇയാൾ ഈ സംസാരിക്കുന്നത്. ഞാൻ എന്തായാലും ഇതിലില്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇയാളൊരു കാര്യം, ഇത് നമുക്ക് തലവേദനയാ. അതിന്റെ കൂടെ ഒരു ദിവസം 33 പിള്ളേരെ വെച്ചിട്ട് ഇവരൊക്കെ എത്ര ദിവസം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ പിള്ളേർക്ക് ഒന്നും കൊടുത്തില്ലേ, അത് മോശമാണ്, അത് ഭയങ്കര മോശമാണ്. അത് അവരത്രയും അവരുടെ മണിക്കൂറാണ് ഇതിന്റെ അത് കിടന്ന് കഷ്ടപ്പെടുന്നത്. കൊണ്ടുപോയിട്ട് മറ്റേ പുറത്തൊന്നും തിന്നാനൊന്നും ഇല്ലല്ലോ. അപ്പം അനുസരിച്ച് ഞാൻ ആ രീതിയിലായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും പറയാം, അയാൾ ഈ പെട്രോൾ പമ്പ് നടത്തിയിട്ട് മുടിഞ്ഞു പോയി അയാൾ മിക്കവാറും ആ പാട്ടയുടെ മുകളിൽ കയറി ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഈ തവണക്കണ്ണൻ ആരോട് പറഞ്ഞു പറ്റിച്ചത് ഈ കണക്ക് വെച്ചിട്ട്? എനിക്ക് തോന്നുന്നു ആ ആഡ് ചെയ്തൊരു പുള്ളി ഉണ്ടല്ലോ, പുള്ളക്സസ്, അയാൾ പറഞ്ഞു പറ്റിച്ചിട്ട് മുക്കിയതാണോ? അയാൾക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. നമ്മള് വേറൊരു പമ്പ് എടുത്തിട്ടേ കുറച്ച് പിള്ളേരെ നിർത്തിയിട്ട് ചെറിയ പമ്പ് എടുത്തിട്ട് ഓക്കെ, അതിൽ ചെറിയ പമ്പ് അല്ലേ മതി. അതിൽ തന്നെ ഞാൻ പറഞ്ഞുതരാമല്ലോ ജനറേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് കാശ്.
ആകെയുള്ളത് ഈ ഒരു ലൊക്കേഷന്റെ കാര്യം കൊണ്ടായിരുന്നു ഞാൻ. ഞാനൊരു കാര്യം ചെയ്യട്ടെ സാബ് ഗുരു, നാളെ കാണാം. ഓ നാളെ നമുക്കൊന്ന് മേക്കോറൊക്കെ കാണണം കേട്ടോ. അയാളെ പിന്നെ കുഴികുത്തി പോയോ? ഇയാളിത് എവിടെ ഈ പോന്നെ? ഇയാളെന്തു കിടക്കുന്നേ? ഞാൻ കിടന്നതല്ല, എവിടെ അടിയിച്ചപ്പോ വീണതാണ്. അപ്പൊ എന്നാ ശരി സാബ് ഗുരു, ശരി. അപ്പൊ അങ്ങോട്ട് വന്നേ. നമ്മള് പോയിട്ട് സാബ് ഗുരു, നാളെ കാണാവേ. ശരി ശരി ശരി. ഓക്കെ. ഒരു കാര്യം പറയട്ടെ, രാവിലെ ആയില്ലേ? 4 മണിയായിരുന്നു. 4 മണി രാവിലെ അല്ലേ? ആ ശരി. ഞാൻ മൊത്തത്തിൽ കിളി പോയിരിക്കും. ഞാൻ വൈകുന്നേരം മുതൽ. ഇത് ഏതാ പൂവെന്നറിയാവോ? എന്താ തൊട്ടാവാടിയോ? തൊട്ടാവാടിയല്ല, സൂര്യകാന്തിയുടെ ചെറിയ പൂ. ഇതോ? പിന്നെ എനിക്ക് ഒരു സൂര്യകാന്തിയിൽ ഒറ്റ സൂര്യകാന്തി കാണത്തുള്ളൂ. ഒരു കൊലയിൽ തന്നെ 15 എണ്ണം. അത് വലിയ സൂര്യകാന്തി ആയതുകൊണ്ട് ഒറ്റണത്തിന് സ്ഥലമുള്ളൂ, അതുകൊണ്ടാ. ഇത് ചെറിയ സൂര്യകാന്തി. സൂക്ഷിച്ചു നോക്കൂ, കണ്ടോ? ആണോ ചോക്കി? പിന്നെ നിങ്ങൾക്ക് ഈ പൂവും കായും ഒന്നും തിരിച്ചറിയാതെ നിങ്ങൾ ഇത്ര നാൾ എങ്ങനെ വളർന്നേ? പക്ഷെ ഇവിടെ അത്രയും പൂവും കായും ഇല്ലായിരുന്നു ചോക്കി, അതുകൊണ്ട്. ഇതെന്തോന്നറിയാവോ? ഇത് മറ്റേ ചൊറുതനം. ഈടോ, ഇത് ചൊറുതനൊന്നും അല്ലടോ, ഇത് തൊട്ടാവാടിയാണ്. എന്റെ പൊന്നു ചോക്കി, ജോക്കി രണ്ടാമത്തെ ചെടിയല്ലേ ഇത്? ഇത് ചൊറുതനം. അത് കമ്മ്യൂണിസ്റ്റ് വെച്ചോ? ഓ, നാളെ അപ്പൊ ചന്തി ചൊറിഞ്ഞടിക്കുമല്ലോ ജോക്കി. അതായാലിട്ട് ഒരച്ചല്ലേ? പിന്നെ ചുറ്റിനും നോക്ക പാപ്പ, പെണ്ണില്ല, ആണില്ല, കപ്പിളില്ല, നമ്മള് മാത്രം. ആരാ പാപ്പ ഈ പറന്നു പോകുന്നത്? ഇത് പറഞ്ഞപ്പോഴല്ലേ ഒരു കപ്പിള് പോയത്? പറഞ്ഞപ്പോഴല്ലേ ഇതാണ്ട് ഒരു കപ്പിള് പോകുന്നേ? ഒളക്കടവില് കപ്പിളല്ലേ ഇരിക്കും, അങ്ങ് ഒരാണും പെണ്ണും. അപ്പൊ നമുക്ക് അവരുടെ അടുത്തൊന്ന് പോയാല്